ഫ്രണ്ട്സ് ഒഴിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാട്ടോ. ഇത് എല്ലാവരും ഉണ്ട് കൂടെ. എല്ലാവരും ആദ്യമായിട്ട് വരുന്നല്ലേ? ഞങ്ങളത് ഇവിടെ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. 145 കോടി രൂപ മുടക്കി പണിത ഒരു പ്രോപ്പർട്ടിയാണ്. 11 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്തെല്ലാം കാണാനുണ്ടെന്നുള്ളതെല്ലാം കാണാം കേട്ടോ. ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ ആ ഒരു മെയിൻ പ്രവേശന കവാടം ഇതാട്ടോ. ഇതിനകത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ബേസ്മെൻറ്റിലാണ് പാർക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നോട്ടീസ് ബോർഡ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ലിഫ്റ്റ് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ സ്ക്വയർ വരുന്നത്. ഇതിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത്. ഇനി നമുക്ക് പോയി ആദ്യം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങ് ദൂരമായിട്ട് സിപ്പ് ലൈനിൻ്റെ ആ സംഭവമൊക്കെ കാണാം. അപ്പോൾ അതേ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിനി അകത്തേക്ക് കയറാം. ഇവിടെ നമുക്ക് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 380 രൂപയാണ്. അതുപോലെ തന്നെ 3 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സീനിയർ സിറ്റിസണ് 50% ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെട്രോ കാർഡ് കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് റേറ്റിൽ 10% ഇളവ് കിട്ടും കേട്ടോ. 4 ടിക്കറ്റിനാണ് 10% ഇളവ് കിട്ടുന്നത്. നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ നമ്മൾ മെട്രോയിലൊക്കെ കയറുന്ന പോലെ ആ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ ഗേറ്റ് കാര്യങ്ങളൊക്കെ തുറക്കും. ഞങ്ങളിവിടെ ഫാമിലി സൈക്കിളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സൈക്കിളിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് പേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫാമിലി സൈക്കിൾ എടുത്ത് അതിൽ ചവിട്ടി ഇത് മുഴുവൻ കറങ്ങി കാണാം ആദ്യം. ഇത് ഇവിടെയായിട്ട് സൈക്കിള് കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈക്കിളിൽ കയറി പോകാം. ഇത് എത്ര പേർക്ക് കയറാം ഒരു സൈക്കിളിൽ? 6 പേർക്കോ? ഓക്കെ, 4 പേർക്ക്, 6 പേർക്കല്ല. കാണുന്നതുകൊണ്ട് ദിവ്യേനായിട്ടോ നമ്മൾ സൈക്കിള് ചവിട്ടാനായിട്ട് ഏൽപ്പിച്ചേക്കുന്നത്. ചവിട്ടി വേറെ എവിടെയും പോയിക്കോട്ടെ, എന്നെ വേറെ എവിടെയും കൊണ്ട് കളഞ്ഞേക്കില്ല. അവര് ഫ്രണ്ടിൽ വേറെ സൈക്കിളിൽ ആനന്ദമായിട്ടും കയറിയിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കുക. എങ്ങനെയുണ്ട്? 2 പേർക്ക് ചവിട്ടാവുന്ന സൈക്കിളൊക്കെ ചവിട്ടി ഒരു ഫാമിലി അതിൽ പോകുന്നുണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു കോർട്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവരെ ഫ്രണ്ടിൽ ആ സൈക്കിളെ വിട്ടു. ഇനി നമ്മളും നമ്മുടെ സൈക്കിളുമായിട്ട് ഇത് കറങ്ങി കാണാൻ പോവാ കേട്ടോ. സംഭവം കൊള്ളാട്ടോ. ചവിട്ടി പോകണമെന്നേ ഉള്ളൂ. അവര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ദിവ്യ ആഞ്ഞോട്ട് സംഭവം കൊള്ളാട്ടോ. നമുക്കിത് സൈക്കിളെ ഓട്ടി ഇത് മുഴുവൻ ചുറ്റി കറങ്ങി കാണാട്ടോ. ഇവിടുന്ന് ഭാഗത്തായിട്ട് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കിൾ റൈഡ് കഴിഞ്ഞ് വന്നു. ഈ കാണുന്ന സംഭവത്തിനൊന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് വരാൻ പറ്റും കേട്ടോ. നമുക്കിനി ജിമ്മിൻ്റെ ഇവിടെ കയറി ഇവിടെ എന്തെല്ലാം കാണാനുണ്ടെന്ന് നോക്കാം. പുറയിലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാരംസ് ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് ചാടി കളിക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ അവിടെ ആയിട്ടൊരു ചെറിയൊരു പാർക്ക് പോലത്തെ സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ. ആനന്ദേണ്ണ ഋത്തിക്കും ഇവിടെ മാച്ച് കളിക്കാനായിട്ട് ഇത് ഇരുന്ന് കഴിഞ്ഞു. ഈ പ്ലേ ഏരിയയിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം കേട്ടോ. കുട്ടികൾക്ക് എത്ര നേരം വേണമെങ്കിലും ഈ റൈഡിലെ കാര്യങ്ങളിലെല്ലാം കയറി നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. എണ്ണ ഋത്തിക്കും കൂടെ ഇവിടെ തകൃതിയിൽ ക്യാരംസ് കളിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഇവിടെയായിട്ട് കുറേ ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ കുറേ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ 2 കോർട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാറ്റും ബോളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളിനി ക്രിക്കറ്റ് കളിക്കാൻ പോകണം. കുഞ്ഞു ഇവിടെ ഒരു എക്സസൈസിന്റെ മെഷീനിലേക്ക് കയറി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇത് ബ്രെയിൻ ടെസ്റ്റ് ഒക്കെ നടത്തുന്ന പോലത്തെ ഒരു സംഭവം കേട്ടോ. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ കറക്കുന്ന സംഭവം കേട്ടോ. ദിവ്യയും കുഞ്ഞുമൊക്കെ ഒരു സൈക്കിൾ റൈഡ് കഴിഞ്ഞത് വരുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ സിപ്പ് ലൈൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കിഡ്സ് പാർക്ക്, ഫ്രണ്ട്ലി ഫിഷ്,
ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ എന്തോ ഒരു മാജിക് ഷോ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇതേ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നമുക്കിനി അപ്പുറത്തേക്ക് ഇവിടുത്തെ പ്ലേ ഏരിയ എല്ലാം ഒന്ന് വിശദമായിട്ട് കാണാം കേട്ടോ. നമ്മുടെ തലയ്ക്ക് മേടിക്കുന്നത് സിപ്പ് ലൈനിൽ ഓരോരുത്തർ കടന്നു പോകുന്നുണ്ട്. ഈ കാണുന്ന ഒരു ഹൈറ്റിൽ നിന്നാണ് കേട്ടോ സിപ്പ് ലൈനിന് വിടുന്നത്. ഇവിടെയായിട്ട് ഇത് ചെറിയ കുളമൊക്കെ കാണാം. കുളത്തിൽ ഇത് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടോ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു അരുവി കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറാട്ടോ. ഈ സിപ്പ് ലൈന് ഹൈറ്റ് ഉണ്ടെങ്കിലും ലെന്ത് കുറവാണ്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ പേടിക്കാതെ കയറാം. ആനന്ദേട്ടൻ്റെ മാജിക്കാരൻ്റെ ഒരു 100 രൂപ കൊടുത്തിട്ട് എന്തോ മാജിക്ക് കാണിക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്. ആ പേപ്പർ കഷ്ണം കത്തിക്കാൻ പറയുന്നുണ്ട്. കത്തിച്ച് കഴിയുമ്പോൾ എന്തോ മാജിക്ക് കാണിക്കാന്നാണ് പറയുന്നത്. മഞ്ജുഷിന്റെ ആ കത്തിച്ച പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഇത് 100 രൂപ നോട്ടാക്കിട്ടോ. ഇവിടെ ആയിട്ട് ഇത് ഇഷ്ടംപോലെ പിള്ളേർക്ക് പറ്റിയ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പം അവരിത് ഓരോ സാധനത്തിലുള്ള കയറി ഇറങ്ങി ഇത് നടക്കുവാണ്. ഈ സിപ്പ് ലൈനിന്റെ സംഭവത്തിന് താഴെയായിട്ട് ഇത് ഒരു കഫറ്റേരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫോട്ടോ പോയിന്റ് ആട്ടോ. അതായത് നമുക്ക് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് തൊട്ട് പുറകിലായിട്ട് സിപ്പ് ലൈനിന്റെ സംഭവങ്ങളും കാണാം. പിന്നെ പിള്ളേരുടെ പ്ലേ ഏരിയയും കഫറ്റേരിയയും ഒക്കെ നമുക്ക് താഴെയായിട്ട് കാണാം കേട്ടോ. ഇവിടെ നിന്ന് അടിപൊളിയാട്ടോ. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൂപ്പർ വൈബാണ്. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദിവ്യ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി മേളിൽ പോയി എല്ലാം സെറ്റായി നിൽപ്പുണ്ട്. ഇപ്പൊ സിപ്പ് ലൈനിലേക്ക് കയറിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. ഋതുക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ. ഇത് താഴെയായിട്ടും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഇതിൽ ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഇങ്ങനെ കറങ്ങി കിടക്കാനൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ അത് അടുത്തയാളും സിപ്പ് ലൈനിൽ കയറിയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒത്തിരി ഹൈറ്റ് ഇല്ല അല്ലേ? ഹൈറ്റ് കുറവാണ്, അത്ര ഫീലില്ല. ഹൈറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലേ. നമ്മൾ വാഗമണ്ണ അല്ലെങ്കിൽ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉള്ള അതിൻ്റെയൊക്കെ ഒരു പകുതി ഹൈറ്റ് വരുന്നുള്ളൂ. പിന്നെ പിള്ളേർക്കാണെങ്കിലും ഹൈറ്റ് കുറവായതുകൊണ്ട് സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇതാണ് ഇവിടുത്തെ റെയിൻബോ വാട്ടർഫോൾ. നമുക്കിവിടെ ഈ ചിറ്റരപ്പള്ളി സ്ക്വയറിലെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ബർത്ത്ഡേ ഫംഗ്ഷൻ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് കാര്യങ്ങളെല്ലാം ഒരു ഇതേ പുറയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നടത്തുന്ന പ്രോഗ്രാംസിന്റെ എല്ലാം ചാർട്ട് സമയം കാര്യങ്ങളെല്ലാം ഈ ഫ്രണ്ടിൽ ഒരു ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്റ്റേജ് കാര്യങ്ങളൊക്കെ ആട്ടോ. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേജാണ്. ഇവിടെയായിട്ട് പിള്ളേരുടെ ലൈവ് എന്തോ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഋതുവർണ്ണ അങ്ങോട്ട് ഇത് കൂടാനായിട്ട് പോകണമെന്ന് പറഞ്ഞത് അതിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ബോൾ പാസിംഗ് ആണ് ഇവിടുത്തെ മത്സരം. ഔട്ടാവുന്നവർക്ക് ഒരു മിഠായി കൊടുത്താട്ടോ ഇവിടുന്ന്. Thank you so much for the participation. മിഠായി ഔട്ടായി പോകുന്നവർക്കാണ്, നമുക്ക് കളിക്കാൻ വാങ്ങി.
Here's the case. ഈ ഭാഗത്തായിട്ട് ഇതേ കിഡ്സ് ട്രാഫിക് എന്നും പറഞ്ഞ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കുള്ള സൈക്കിൾ റൈഡുകളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെയായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ഏരിയ ഒക്കെ വരുന്നത്. 280 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് പൂളിൽ ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ നൈലോൺ ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പൂളാട്ടോ, നമുക്ക് കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ആണ്. അതായത് നമ്മൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങിയിട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ടൈം എന്തായാലും വന്ന് കാണാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. റൈഡ് കാര്യങ്ങൾ, സ്വിമ്മിംഗ് പൂള് തുടങ്ങിയ എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.